Hi students, MG University CBCS degree BCAയുടെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് സെക്കൻഡ് സെം പോർഷൻ അതിൻ്റെ കഴിഞ്ഞ 3 വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മളിവിടെ നോക്കുന്നത്. 2017 ഈ സിലബസ് വന്നത്. 2017 2018 2019 ഈ 3 അഡ്മിഷൻ കുട്ടികളുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് എക്സാം സെക്കൻഡ് സെം നടന്നത് 2018 2019 2020 2020 അഡ്മിഷൻ കുട്ടികളുടെ റെഗുലർ പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് 1 ഫസ്റ്റ് സെമ്മിലും ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് 2 സെക്കൻഡ് സെമ്മിലുമാണ് പഠിക്കാനുള്ളത്. ഈ സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ളത് ഗ്രാഫ്, ട്രീ, ബൂളിയൻ ഓൾജിബ്ര, മെട്രീസസ് ഒക്കെയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ ഗ്രാഫ് വിത്ത് 10 വെർട്ടീസസ്. അപ്പോൾ നോക്കി, ഇത് 10 വെർട്ടക്സ് ഉണ്ട്. അതിനകത്ത് നമ്പർ ഓഫ് എഡ്ജസ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യന് ഇൻകംപ്ലീറ്റ് ആണ്. ഇപ്പം യഥാർത്ഥ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 10 വെർട്ടീസസ് ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ വെർട്ടീസസും ജോയിൻ ചെയ്ത് എഡ്ജസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ട്? അപ്പോൾ എങ്ങനെയാണ്? NC2, അതായത് 10C2, 10 × 9/2. ഓക്കെ. അപ്പം നിങ്ങൾ 3 വെർട്ടക്സ് ആണെങ്കിൽ എത്ര എണ്ണം വരും? 3 എണ്ണം വരും. 4 വെർട്ടക്സ് ആണെങ്കിൽ 4 × 3/2, അതായത് 4C2. 10 വെർട്ടക്സ് ആയതുകൊണ്ട് 10C2, 10 × 9/2, അതായത് 45 എന്ന് കിട്ടും. ഇനി K4 ബൈപാർട്ടേറ്റ് ആണോ? വൈ. K4 എന്ന് വെച്ചാൽ എന്തോ 4 വെർട്ടക്സ് ഉള്ള കംപ്ലീറ്റ് ഗ്രാഫാണ്. കംപ്ലീറ്റ് ഗ്രാഫാണ്. അപ്പോൾ അവിടെ നോക്കുക എന്താണ് ബൈപാർട്ടേറ്റ് ആണോ? ബൈപാർട്ടേറ്റ് എന്ന് വെച്ചാൽ എന്താ? ബൈപാർട്ടേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വെർട്ടക്സ് സെറ്റിനെ 2 സെറ്റായിട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റായിട്ട് വെക്കാം. എന്നിട്ട് എഡ്ജസ് എല്ലാം ഒരു സെറ്റിലെ വെർട്ടക്സിൽ നിന്ന് മറ്റേ സെറ്റിലെ വെർട്ടക്സിലോട്ടേ പോകാവൂ. ഒരു സെറ്റിലെ വെർട്ടക്സ് തമ്മിൽ വരയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ജസ്റ്റ് വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലാവും. ഡ്രോ ദ ഗ്രാഫ് വിത്ത് അഡ്ജസൻസി മെട്രിക്സ് 0 1 1 1 0 0 1 0 1. ഇപ്പം 3 വെർട്ടക്സ് ഉണ്ട്. 3 വെർട്ടക്സ് V1 V2 V3. എന്നിട്ട് V1 നിന്ന് V1 ലൂപ്പില്ല. V1 നിന്ന് V2 ഒരു അങ്ങോട്ടുണ്ട്. V1 നിന്ന് V3 അങ്ങോട്ടുണ്ട്. ഇനി V2 നിന്ന് V1 തിരിച്ചിങ്ങോട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അത് നോക്കാം. ഷോ ദാറ്റ് an undirected graph is a tree if and only if there is a unique simple path between vertices. അപ്പം ട്രീ ആണെങ്കിൽ എന്തുവാ? കണക്റ്റഡ് ആണ്, അസൈക്ലിക് ആണ്. അപ്പോൾ കണക്റ്റഡ് ആയതുകൊണ്ട് എല്ലാ വെർട്ടക്സും കണക്റ്റഡ് ആണ്. അസൈക്ലിക് എന്ന് വെച്ചാൽ സൈക്കിളില്ല, എന്ന് വെച്ചാൽ ഒറ്റ ഒരു പാത്തേ ഉള്ളൂ. ഇനി തിരിച്ച് ഏത് 2 വെർട്ടക്സ് എടുത്താലും ഒറ്റ ഒരു പാത്തേ ഉള്ളെങ്കിൽ അവിടെ സൈക്കിൾ ഉണ്ടാകത്തില്ല, കണക്റ്റഡും ആണ്. അങ്ങനെ ട്രീ ആണ്. ഡിഫൈൻ എ സ്പാനിങ് ട്രീ ഓഫ് എ ഗ്രാഫ്. ഓൾസോ ഷോ ദാറ്റ് എ സിമ്പിൾ ഗ്രാഫ് ഈസ് കണക്റ്റഡ് ഇഫ് ഇറ്റ് ഹാസ് എ സ്പാനിങ് ട്രീ. സ്പാനിങ് ട്രീയുടെ ഡെഫിനിഷൻ എഴുതുക. പിന്നെ ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കോവിഡ് പാറ്റേൺ ആകുമ്പോൾ 3 മാർക്ക് ആകും. അത് 2020 അഡ്മിഷന് മാത്രമേ ഉള്ളൂ. അടുത്ത, വാട്ട് ഈസ് ദ ordered rooted tree that represent the expression, this expression. പിന്നെ find the values of boolean function represented by f of xyz is equal to xy plus z bar. Find the sum of products expansion of the boolean function f of xyz is equal to x plus z into y. Write the dual of the boolean expression x z conjugate plus x dot 0 plus x conjugate dot 1.
എക്സ്പ്രസ് ദിസ് മെട്രിക്സ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. പ്ലസ് ടുവിന് പഠിക്കുന്നത് എന്താണ്? ഇതിനെ എ എന്ന് വിളിക്കുന്നു, ഇതിൻ്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ സിമെട്രിക്കും, ഇനി എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 ചെയ്യുമ്പോൾ സ്ക്യൂ സിമെട്രിക് കിട്ടും. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഈ മെട്രിക്സ് കിട്ടുകയും ചെയ്യും. ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ദ മെട്രിക്സ് 1 0 1 2 1 3 1 0 1. ഇപ്പോൾ തന്നേക്കുന്ന മെട്രിക്സിനെ എ എന്ന് വിളിക്കുന്നു. ഇനി എ മൈനസ് ലാംഡയുടെ ഡിറ്റർമിൻ്റ് ഈക്വൽ ടു 0. ആ ഡിറ്റർമിൻ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. അതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇൻ ലാംഡ. ഇനി ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് 1 0 1 2 1 3 3 1 4. നിങ്ങൾക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ അറിയാം, അത് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിനകത്താണെങ്കിൽ ഡിഫൈന് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. അറിയാമല്ലോ എന്താണ് ബൈപാർട്ട് graph is a graph in which the vertex set is divided into two disjoint sets in which every edge has one endpoint in one set and the other endpoint in other set. Draw the graph with adjacency matrix. Okay, define path walk. Find the level of each vertex in a router tree. What is the height of the tree? ഈ ക്വസ്റ്റ്യൻ. ഇനി draw the binary search tree of 30 25 60 18. Draw the binary tree of the algebraic expression x plus y square plus x plus 4 by 3. Find a spanning tree of K5. Explain AND gate in Boolean algebra. അപ്പോൾ AND gate, OR gate, NOR gate അതെല്ലാം ഒന്ന് പഠിച്ചോണം. ചെക്ക് വെദർ ദ ഫോളോയിങ് മെട്രിക്സ് ഈസ് സ്ക്യൂ സിമെട്രിക്. ഇപ്പോൾ സ്ക്യൂ സിമെട്രിക് ആണോ നോക്കാൻ എന്ത് നോക്കണം? സ്ക്വയർ മെട്രിക്സ് ആണോ നോക്കണം, ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആണോ നോക്കണം, പിന്നെന്താ ഇവിടുത്തെ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ 2 -2 -6 ആയതുകൊണ്ട് +6 5 ആയതുകൊണ്ട് -5. ഓക്കെ. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. 0 മെട്രിക്സിൻ്റെ റാങ്ക് എപ്പോഴും 0 ആണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഡെഫിനിഷൻ എന്തോ? ഒരു മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്, അപ്പം ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0. അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സ്റ്റേറ്റ് കെയ്ലി ഹാമിൽട്ടൺ തിയറം പഠിച്ചോണം. SIക്കൊക്കെ വെരിഫൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം ചോദിക്കാം. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു, കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്തോ? എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അടുത്തതിനകത്തെ പാർട്ട് എയിലെ ചോദ്യം, ഡിസ്ക്രൈബ് ഡയറക്റ്റഡ് മൾട്ടിഗ്രാഫ്. ഡ്രോ ദ ഗ്രാഫ് വിത്ത് അഡ്ജസൻസി മെട്രിക്സ്. അപ്പം കണ്ടോ, 3 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അഡ്ജസൻസി മെട്രിക്സ് കണ്ടുപിടിക്കുക. ഡിഫൈൻ കട്ട് വെർട്ടെക്സ്, ഗീവ് എക്സാമ്പിൾ. ഇപ്പോൾ കട്ട് വെർട്ടെക്സ്, കട്ട് എഡ്ജ് അതൊക്കെ ഒന്ന് പഠിക്കണം. ഡ്രോ ദ ബൈനറി ട്രീ ആൻഡ് റൈറ്റ് വിച്ച് ഈസ് ദ റൂട്ട്, ഇൻറ്റേർണൽ വെർട്ടെക്സ് ആൻഡ് ലീവ്സ്. ഡ്രോ എ ബൈനറി സെർച്ച് ട്രീ ഓഫ് ദ നമ്പേഴ്സ് 50 38 28 55 50 25. What is the value of prefix expression minus dot 2 divide 8 4 3? Find a spanning tree of K4. Find the values of these 4 values. Define transpose of a matrix. ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ് എന്താണ്? അതിൻ്റെ എലമെൻറ്റ്സ് ഡയഗണലിനെ ബേസ് ചെയ്ത് എലമെൻറ്റ്സ് തിരിച്ച് വെച്ചോ. റോ എല്ലാം കോളം ആവും, കോളം എല്ലാം റോ ആവും. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. 2/2 മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക. എന്ത്? ജസ്റ്റ് ഡിറ്റർമിൻ്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിൻ്റ് 0 അല്ല എങ്കിൽ റാങ്ക് 2, ഡിറ്റർമിൻ്റ് 0 ആണെങ്കിൽ റാങ്ക് 2-നേക്കാൾ ചെറുത്, അപ്പം റാങ്ക് 1. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ റാങ്ക് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. വാട്ട് ഈസ് എ ഹോമോജീനിയസ് ഇക്വേഷൻ? ഇപ്പോൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്തോ? മൊത്തം ഈക്വൽ ടു 0 വരുന്ന ഇക്വേഷനാണ്. ഇനി നമുക്ക് പാർട്ട് ബി ചോദ്യങ്ങൾ നോക്കാം. പ്രൂവ് ദാറ്റ് ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് ഹാസ് ആൻ ഈവൻ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി. അപ്പോൾ ഓഡ് ഡിഗ്രി വരുന്ന ഈവൻ നമ്പർ ഓഫ് വെർട്ടെക്സ് കാണും. അത് പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം.
Prove that a simple graph is bipartite if and only if it is possible to assign one of two different colors to each vertex of the graph so that no two adjacent vertices are assigned the same color. അതിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. ബൈപാർട്ടൈറ്റിൻ്റെ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്തോ വെർട്ടക്സസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലോട്ട് എഡ്ജ് പോകത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സെറ്റിലുള്ളതിനല്ല ഒരു കളറും മറ്റേ സെറ്റിലുള്ളതിന് മറ്റേ കളറും കൊടുത്താൽ നമുക്കിത് പറയാവുന്നതേ ഉള്ളൂ. ഇനി ഹൗ മെനി നോൺ ഐസോമോർഫിക് സിമ്പിൾ ഗ്രാഫ്സ് ആർ ദെയർ വിത്ത് 3 vertices? ഡ്രോ ഓൾ ഓഫ് ദം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് എ ഫുൾ MRI tree with L leaves have ml-1 by m-1 vertices and l-1 by m-1 internal vertices. Using Huffman coding, encode the following symbols with the frequencies listed. A, B, C, D, E, F ഉണ്ട്, corresponding values ഉണ്ട്. Show that x y bar plus y z bar plus x bar z is equal to x bar y a plus y bar z a plus x z bar. Show that x or y conjugate equal to x conjugate and y conjugate and x and y the whole bar equal to x bar or y bar. Important ആണ്, അത് പഠിച്ചോണം. Reduce the matrix to normal form and find the rank. അപ്പോൾ നോർമൽ ഫോം എന്തോ ആദ്യത്തെ ആളെ 1 ആക്കണം, ഇവിടെ 1 ആണ്. ഇനി താഴോട്ടുള്ള 0 ആക്കണം, റൈറ്റിലോട്ടുള്ള 0 ആക്കണം. എന്നിട്ട് രണ്ടാമത്തെ ഇയാളെ 1 ആക്കണം, താഴോട്ട് 0 റൈറ്റിലോട്ട് 0. എന്നിട്ട് മൂന്നാമത്തെ ഇയാളെ 1 ആക്കണം, റൈറ്റിലോട്ട് 0 ആക്കണം. എന്നിട്ട് അതിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ രൂപത്തിൽ കിട്ടും. അതിൻ്റെ ഓർഡറാണ് റാങ്കിങ്. ഇനി ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. നോൺ ഹോമോജീനിയസ് ആണ്, അപ്പോൾ ABX ആ രീതിയിൽ എഴുതുക. ക്രാമേഴ്സ് റൂൾ പഠിക്കുക, അതനുസരിച്ച് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ്. ഡിറ്റർമിൻ വെദർ ദ ഫോളോയിങ് ഗ്രാഫ്സ് ആർ ഐസോമോർഫിക്. ഈ രണ്ട് ഗ്രാഫ് ഐസോമോർഫിക് ആണ്. അപ്പോൾ ഐസോമോർഫിക് ആണോ ചെക്ക് ചെയ്യണം. വെർട്ടക്സിൻ്റെ എണ്ണം എല്ലാം സെയിം ആണ്. 8 എണ്ണം ഉണ്ട്, ഇവിടെ 8 എണ്ണം ഉണ്ട്. പിന്നെന്താ, എഡ്ജസിൻ്റെ എണ്ണം, ടോട്ടൽ എഡ്ജസിൻ്റെ എണ്ണം ശരിയാണോ എന്ന് നോക്കുക. ശരിയാണ്. പിന്നെന്തു നോക്കണ്ടേ, പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ വെർട്ടക്സിൻ്റെയും ഡിഗ്രി നോക്കുക. ഇപ്പം ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ 2 വരുന്ന 4 എണ്ണം ഉണ്ട്. 1 2 3 4. ഇനി 3 എണ്ണം വരുന്നത് 1 2 3 4. ഇവിടെ എന്തു 1 2 3 4. ഇനി അടുത്ത എന്തു നോക്കണ്ടേ, അടുത്ത നോക്കണ്ടേന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് മെട്രിക്സ്, അഡ്ജസൻറ്റ് വെർട്ടീസസ് ഉണ്ടല്ലോ, അതിൻ്റെ ഡിഗ്രീസ് സെയിം ആയിട്ട് വരുന്നു. ഇവിടെ 3, ഇവിടെ 2, അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ പക്ഷേ എന്തോ 3 അഡ്ജസൻ്റ് ആയിട്ട് വന്നു. അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. വിച്ച് ഓഫ് ദ അൺഡയറക്റ്റഡ് ഗ്രാഫ്സ് ഹാവ് ഓയിലർ സർക്യൂട്ട് ഓഫ് ദോസ് വാട്ട് ഡു നോട്ട് വിച്ച് ഹാവ് ഓയിലർ പാത്ത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ GH എന്ന് പറഞ്ഞ് 2 ഗ്രാഫ് വന്നിട്ടുണ്ട്. ഓയിലർ സർക്യൂട്ട് ഉള്ള ഏതിനാണ്, ഇല്ലാത്തത് ഏതാണ്, ഓയിലർ പാത്ത് ഇല്ലാത്തത്. Prove that a connected graph is a tree if there exists a unique path between every pair of vertices. What is pre-order transversal? Find the pre-order transversal of the following tree. Explain BFS, breadth first search, spanning tree using example. Find the dual of x into y plus 0, x plus 1 into 0, x bar into 1 plus y bar plus z. Verify absorption law. Absorption law verify ചെയ്യാണ്. x plus xy equal to x ഉം x into x plus y is equal to x ഉം. ഇനി A എന്ന് പറഞ്ഞ ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. 1 2 1 0 3 2 0 0 2. Find a matrix B such that AB equal to identity.
എന്ന് വെച്ചാൽ ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അടുത്തത് ചെക്ക് ദ കൺസിസ്റ്റൻസി ഓഫ് ദ ഫോളോയിങ് മെട്രിക്. അപ്പം ഹോമോജീനിയസ് ആണ് എ ബി. അപ്പം ഹോമോജീനിയസിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുക. അത് ചെയ്യാവുന്നതേ ഉള്ളല്ലോ. അടുത്തതിനകത്തെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ്. ഡിറ്റർമിൻ ദ സം ഓഫ് the in degree of the vertices and the sum of the out degree of the vertices directly. Show that they are both equal to the number of edges in the given graph. ഇനി ഈ രണ്ട് ഗ്രാഫ് ഐസോമോർഫിക് ആണോ? നമ്പർ ഓഫ് വെർട്ടീസസ് സെയിം ആണ്. എഡ്ജസ് ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം ഡിഗ്രി 2 ആണ്, പക്ഷേ ഇവിടെയൊക്കെ 4 വന്നു. ഓക്കെ. Prove that a full MRI tree with I internal vertices contain n equal mi plus 1 vertices. Depth first search. Find the DFS spanning tree of the following graph starting with vertex A. A-യിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ. Find BFS spanning tree for the following graph starting with vertex A. A-യിൽ തുടങ്ങുന്ന രീതിയിൽ. അപ്പം ബി എഫ് എസും ഡി എഫ് എസും നല്ല വൃത്തിക്ക് പഠിച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. വെരിഫൈ അസോസിയേറ്റീവ് ലോ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആൻഡ് കമ്മ്യൂട്ടേറ്റീവ് ലോ എക്സ് വൈ ഈക്വൽ വൈ എക്സ്. ഫൈൻഡ് ദ സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ എക്സ് വൈ ബാർ. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് 5 0 minus 2 1 4 6 5 minus 3 7 by റോ കനോനിക്കൽ ഫോം. റോ കനോനിക്കൽ ആണെങ്കിൽ റോയുടെ കാര്യം മാത്രം മതി. ഇപ്പോൾ താഴോട്ടുള്ള ആൾക്കാരെ എല്ലാം 0 ആക്കിയാൽ മതി, റൈറ്റിലോട്ട് ആക്കണമെന്നില്ല. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് യൂസിങ് കെയ്ലി ഹാമിൽട്ടൺ തിയറം വേർ എ ഈക്വൽ 2/2 മെട്രിക്സ് 4 9 0 2. കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം, അത് വെച്ച് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ലാംഡയുടെ അവിടെ എ സ്ക്വയർ എ ഒക്കെ കണ്ടുപിടിച്ച് ഇട്ട് കൊടുത്ത് ഈക്വൽ ടു 0 കിട്ടുമല്ലോ. എന്നിട്ട് മൊത്തത്തിൽ എ ഇൻവേഴ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് എ ഇൻവേഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇനിയും പാർട്ട് സി എസ് എ ക്വസ്റ്റ്യൻസ് നോക്കാം. 2 ഗ്രാഫ് വന്നിട്ടുണ്ട്, അത് ഐസോമോർഫിക് ആണോ അല്ലയോ ജസ്റ്റിഫൈ ചെയ്യാം, എച്ചും കെയും. ഇനി റൈറ്റ് ആൻ അൽഗരിതം ടു ഫൈൻഡ് ഓയിലർ സർക്യൂട്ട് ഇൻ എ ഗ്രാഫ് ഹാവിങ് ഓയിലർ സർക്യൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻ അൽഗരിതം ടു ഫൈൻഡ് സ്പാനിങ് ട്രീ ഫ്രം എ കണക്റ്റഡ് ഗ്രാഫ്. അതേപോലെ തന്നെ കൺസിഡർ ദ പ്രോബ്ലം ഹൗ ഈസ് ക്യൂൻസ് ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ ആൻ n/n ചെസ് ബോർഡ് സോ ദാറ്റ് നോ 2 ക്യൂൻസ് ക്യാൻ അറ്റാക്ക് വൺ അനദർ. എക്സ്പ്ലെയിൻ ഹൗ ബാക്ക് ട്രാക്കിംഗ് ബി യൂസ് ടു സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, അത് പഠിച്ചോണം. Determine the characteristic root and characteristic vectors of the matrix 2 2 1 1 3 1 1 2 2. അപ്പോൾ അത് നല്ല വൃത്തിക്ക് പഠിച്ചോണം. വെരിഫൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം 3/3 മെട്രിക്സ്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക് വെക്ടർ, ക്യാരക്ടറിസ്റ്റിക് റൂട്ട്, കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ പഠിച്ചാൽ ഷുവറായിട്ട് ഒരു എസ്സേ കിട്ടുന്നത്. പിന്നെ കെയ്ലി ഹാമിൽട്ടൺ ഉപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. Design a circuit for a fixture controlled by 3 switches. Construct a circuit that produces the output x plus y plus z into x bar y bar z bar. അടുത്ത ക്വസ്റ്റ്യനകത്തെ ഡിസ്ക്രൈബ് ഗ്രാഫ് മോഡൽസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ BFS spanning tree of a connected graph. Find BFS spanning tree of the following graph starting from A. A-യിൽ തുടങ്ങുന്ന രീതിയിൽ. Find sum of products x bar plus y into z ഉം x plus z bar into y. Find the rank using normal form. ഒരു 4/4 മെട്രിക്സ് ആണ്, നോർമൽ ഫോം ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അടുത്തതിനകത്തെ എസ് എ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ കോണിക്സ് ബ്രിഡ്ജ് പ്രോബ്ലം. അപ്പോൾ അതും പഠിച്ചു വെച്ചാണ്. കോണിക്സ് ബ്രിഡ്ജ് പ്രോബ്ലം. ഒരു നദിയുണ്ട്, 7 ഐലൻഡ് ഉണ്ട്, 4 ഐലൻഡ് ഉണ്ട്, 7 ബ്രിഡ്ജസ് ഉണ്ട്. ആ പ്രോബ്ലം ഒന്ന് പഠിച്ചോണം.
Does the following graph have a Hamiltonian path? If so, find such a path. If not, give an argument to show why no such path exists. Explain pre-order and post-order tree transversal algorithms. Find pre-order and post-order search of the following rooted tree. ഇതിൻ്റെ ഇനി അടുത്ത ഡ്രോ എ സർക്യൂട്ട് ഫോർ എ ഫിക്സ്ചർ കൺട്രോൾഡ് ബൈ 3 സ്വിച്ചസ്. ഇനി ഒരു 2x2 മെട്രിക്സ് 5 -8 3 -6 ഉണ്ട്. അതിൻ്റെ ഏക വാല്യൂസും ഏക വെക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതേപോലെ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതേപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതുകൂടെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.